പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിയിൽ നടന്ന പാട്ടും പ്രതിഷേധവും പരിപാടിയിൽ വേടനും മാനേജർക്കുമെതിരെ കേസ് എടുത്തിരിക്കുന്നു. കണ്ടാൽ അറിയാവുന്ന മറ്റ് 100 പേർക്കെതിരെയും എറണാകുളം ടൗൺ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി റഹീം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റഹീമെ, ഈ പരിപാടി, അതായത് CJPയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തുടനീളം പലയിടത്തും പ്രതിഷേധ സംഗമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ വേടന്റെ നേതൃത്വത്തിൽ പാട്ടും പറച്ചിലും എന്ന പേരിൽ ഒരു പ്രതിഷേധ സംഗമമൊക്കെ നടന്നത്. ഇപ്പം എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കാരണം പറഞ്ഞാണ് പോലീസ് നടപടി വന്നിരിക്കുന്നത്? സേതു, ഇക്കഴിഞ്ഞ 22-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയാണ് പനമ്പള്ളി നഗറിൽ വെച്ച വേടന്റെയും അതോടൊപ്പം തന്നെ വേടന്റെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി, പാട്ടും പ്രതിഷേധവും എന്ന രീതിയിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാനമായും ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശം. എന്നാൽ ഈ പരിപാടി നടത്തിയ ആർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തത്. എറണാകുളം ടൗൺ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രധാനമായും ഈ വഴിതടയൽ ഉൾപ്പെടെ, അതായത് നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ 100 കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയത്. അപ്പോൾ അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതി ഉൾപ്പെടെ വാങ്ങിയിരുന്നില്ല എന്നുള്ളത് കാണിച്ചാണ് ഇപ്പോൾ എറണാകുളം ടൗൺ പോലീസ് വേടൻ, അതോടൊപ്പം തന്നെ വേടന്റെ മാനേജർ വിഘ്നേഷ് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലടക്കം വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം, അതായത് ഈ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ ഇടങ്ങളിൽ പ്രതിഷേധവും പരിപാടികളും ഒക്കെ നടന്നിരുന്നതാണ്. അതിന്റെ ഒപ്പം തന്നെയാണ് ഈ ഒരു പരിപാടിയും നടന്നിട്ടുള്ളത്. പക്ഷേ ഇത് അനുമതി വാങ്ങിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന 98 പേരും വേടനും വേടന്റെ മാനേജറും ഉൾപ്പെടെ അങ്ങനെ 100 പേർക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരടക്കം ചിലർക്കെതിരെ ഈ വിഷയത്തിൽ കേസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ചെയ്തു.